വർഷങ്ങളായി ഈ ഭൂമി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, അൽഹംദുലില്ലാഹ് ജോലി കഴിഞ്ഞ് തങ്ങളോടുള്ള ഹബീബായ തങ്ങളോടുള്ള മഹബത്ത് ഉള്ള ആളുകളാണ് ഇവിടെ 100% ഉറപ്പാകാറുള്ളത്. അല്ലാത്തവരൊക്കെ പല മേഖലകളിൽ കിടന്നുറങ്ങുന്ന സമയങ്ങളാണ് ഇതൊക്കെ. ആ സമയമെല്ലാം മാറ്റിവെച്ച് വെള്ളിയാഴ്ച രാവിലെ ഹബീബായ എല്ലാം പറഞ്ഞ് ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടി തങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം തിരിച്ചു നമുക്ക് ഹബീബായ തങ്ങളിൽ നിന്ന് ലഭിക്കണം. നമ്മൾക്ക് കേട്ട ചരിത്രമാണ് മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി തിരിച്ച് സ്നേഹിച്ചു പോയി. ആ ചരിത്രം നമ്മൾ പഠിക്കണം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സ്വഹാബത്തല്ല, താബിഈൻ. റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചു, പക്ഷേ റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞില്ല. ആ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ ഞാൻ പോയിട്ടുണ്ട്. ഒമാനിലാണ്. യമൻകാരനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു മഹബ്ബത്ത് വെച്ച് അവിടുത്തെ കുറിച്ച് പഠിച്ച് സ്നേഹിച്ച് അങ്ങനെ റസൂലുള്ളാഹിനെ കാണണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഉമ്മയോടുള്ള സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം, അത് നമ്മുടെ ബാധ്യതയാണ്. ആ ഉമ്മക്ക് സെതുമത്തെടുക്കുന്ന കാരണം മുത്തായ തങ്ങളെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവസാനം ഉമ്മാന്റെ സമ്മതം ഉമ്മ പെർമിറ്റ് കൊടുത്തു. ഉമ്മാന്റെ സമ്മതത്തോടുകൂടി മദീനയിലേക്ക് അതാ ഉവൈസ് തങ്ങൾ ആവേശത്തോടുകൂടെ ആ മണൽ തരിയിലൂടെ നടന്ന് വന്ന് ഹബീബായ തങ്ങളെ വീടിന്റെ ചാരത്ത് ആ എല്ലാം ചോദിച്ചറിഞ്ഞ് അവിടെ എത്തി. വാതിൽ മുട്ടി. ആയിഷ ഉമ്മ വാതിൽ തുറന്നു. ഹബീബായ തങ്ങൾ അവിടെ ഇല്ല എന്ന വാർത്ത കേട്ട് ഉവൈസ് തങ്ങൾ ബോധരഹിതരായി വീണുപോയി. വീണ്ടും എണീച്ചു. ചോദിച്ചു, റസൂലുള്ളാഹി വന്നോ? ഇല്ല. അപ്പോഴും ബോധം കെട്ടുപോവാ. അങ്ങനെ ആ ഹബീബായ തങ്ങൾ ആ തങ്ങളെ കാണണമെന്ന് ആഗ്രഹിച്ച് വളരെയധികം ആഗ്രഹിച്ച് അവസാനം ചെന്ന് നോക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി മദീനത്തേക്ക് അതിർത്തിയിലേക്ക് ഒരു യാത്രാ സംഘത്തെ യാത്ര അയക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവസാനം ആയിഷമ്മനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എന്റെ ഉമ്മ എനിക്ക് തന്ന സമയം കഴിഞ്ഞിരിക്കുന്നു, ഞാൻ തിരിച്ചു പോകാണ്. ആ ഉവൈസ് സങ്കടം മനസ്സിൽ ഒതുക്കാൻ കഴിയാതെ അവിടെ നിന്ന് കരഞ്ഞ് ഓരോ മണൽ തരികളെയും എടുത്ത് ചുംബിക്കുകയാണ്. എത്ര ഭാഗ്യവാന്മാരാണ്! ഈ മണൽ തരിയിലൂടെ ഹബീബായ തങ്ങൾ നടന്ന മണ്ണല്ലേ. അത് മരങ്ങളോട് ചൂണ്ടി പറയും, നിങ്ങൾക്ക് എന്ന് റസൂലുള്ളാഹിനെ കണ്ടൂടെ? എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ ഇവിടെ എന്നിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഈ സങ്കടത്തോടുകൂടെ ഉവൈസുൽ ഖർനി തങ്ങൾ ഓടി അങ്ങനെ തിരിച്ചു ഉമ്മ പറഞ്ഞ സമയത്ത് ഉമ്മന്റെ അടുക്കലെത്തി. റസൂലുള്ളാഹി വീട്ടിൽ വന്നപ്പോ ആയിഷ ബീവി പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു. ആ സമയത്ത് വേഗം സ്വഹാബത്തിന് വിട്ടു. ആള് ഈ മദീനയുടെ അതിർത്തി വിട്ട് പോയിക്കണോ നോക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും ഉവൈസ് തങ്ങൾ ഓടിപ്പോയി. അവസാനം റസൂലുള്ളാഹി പറഞ്ഞു, ഒരു സമ്മാനമായ ഒരു പുതപ്പ്, ഒരു ഷാള് സിദ്ദീഖ് തങ്ങളുടെ അടുക്കൽ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ വഫാത്തിന്റെ ശേഷം ആരെങ്കിലും നിങ്ങൾ ആ ഉവൈസ് എന്ന് പറയുന്ന ഖറൻ ദേശക്കാരനായ യമനിലെ ആ ഉവൈസിനെ കണ്ടാൽ ഇത് നിങ്ങൾ ഉവൈസിന് സമ്മാനമായി കൊടുക്കണം. തിരിച്ച് റസൂലുള്ളാഹിന്റെ സ്നേഹം കൊണ്ടാണ്. റസൂലുള്ളാഹി സ്നേഹിച്ചു. എന്നെ ഇത്രയും സ്നേഹിച്ച ഒരാളെ തിരിച്ച് റസൂലുള്ളാഹി ആ സമ്മാനം കൊടുത്ത അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ കാലത്തും യമനിൽ നിന്ന് വരുന്ന ഓരോ ഹജ്ജ് സംഘത്തെയും സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ അന്വേഷിക്കും. അതിലൊന്നും ഉവൈസില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ അത് ഖലീഫ മാറിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായി ആ ഷാള്. ഇത് റസൂലുള്ളാഹി ഏൽപ്പിച്ച സാധനം അവരുടെ എത്തിക്കണമല്ലോ. അങ്ങനെ ഉവൈസ് റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് ആ യാത്രാ സംഘത്തിൽ ഉണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉവൈസ് എന്ന് പറയുന്ന ആളുണ്ടോ? യമൻ നാട്ടുകാരോട് ചോദിച്ചപ്പോ യമൻകാരിൽ ആ അമീർ പറഞ്ഞു,
നിങ്ങൾ ചോദിക്കണ അത്ര ക്വാളിറ്റി ഉള്ള ആളൊന്നും നമ്മളെ കൂട്ടത്തിൽ ഇല്ല. എങ്കിലും ഉവൈസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ട്. അപ്പൊ ആരും മൈൻഡ് ചെയ്യാത്ത ചെറുപ്പക്കാരനായ ഒരു സഹോദരൻ റസൂലുള്ളാഹിങ്ങളെ കണ്ടുപിടിക്കാൻ ഒരു അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. ശരീരത്തിൽ ഒരു കോയിൻസിന്റെ രൂപത്തിൽ വെള്ളപ്പാണ്ട് രോഗത്തിന്റെ ഒരു അടയാളം അവിടെ ഉണ്ടാവും. അതാണ് റസൂലുള്ള അടയാളം. ചോദിച്ചു, നിങ്ങളുടെ പേര് ഉവൈസ് അല്ലേ? അതെ. കറൻ ദേശക്കാരനല്ലേ? അതെ. അങ്ങനെ കറൻ ഗോത്രക്കാരനല്ലേ? യമൻകാരനല്ലേ? ഒക്കെ ഓക്കെ. അങ്ങനെ ഈ അടയാളം കൂടി ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് ദുആ ചെയ്യിപ്പിച്ചു. നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം. ഹബീബായ തങ്ങളെ ഈ സമ്മാനം, ആ സമ്മാനം ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനം ഉവൈസ് തങ്ങൾക്ക് കൊടുത്തു. ചരിത്രത്തിൽ കാണാം, റസൂലുള്ളാഹി അങ്ങനെ മദീനത്തെ പള്ളിയിൽ ഇരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കുപ്പായം അഴിച്ചിട്ട് അതാ യമനിന്റെ ഭാഗത്തേക്ക് റസൂലുള്ളാഹി അങ്ങനെ തിരിഞ്ഞിരിക്കുമ്പോ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എന്താണ് ഇങ്ങനെ കുപ്പായം ഇങ്ങനെ അഴിച്ചിട്ട് നെഞ്ച് യമന്റെ ഈ ഭാഗത്തേക്ക് ചലിച്ചിരിക്കുന്നത്? ഇരിക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ഉവൈസിന്റെ നാടാണ്. ആ ഉവൈസിന്റെ നാട്ടിൽ നിന്ന് വരുന്ന കാറ്റ് ഞാനൊന്ന് ആസ്വദിക്കട്ടെ. ആ കാറ്റ് റസൂലുള്ളാഹി ആസ്വദിച്ചു. തിരിച്ച് റസൂലുള്ളാഹി സ്നേഹിച്ചു. അല്ലാഹു ഹബീബായ തങ്ങളെ നമുക്ക് അതിരറ്റ് മഹബ്ബത്ത് വെക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെ സ്നേഹിച്ച എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. മറ്റൊരു സ്വഹാബിയുടെ ചരിത്രം, ഒരു മഹാനവറുകളുടെ ചരിത്രത്തിൽ കാണാം. ആ മഹാനവറുകൾ ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല. ഇന്ന് നമ്മൾ ചിരിക്കാനായിട്ട് യൂട്യൂബ് ചാനലുകളും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ ചിരിക്കാൻ വേണ്ടി മാത്രം. എന്നാൽ ആ മഹാനവറുകൾ ആഖിറത്തെ ഓർത്തുകൊണ്ട് ചിരിക്കാതെ നടന്നു. അവസാനം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു. പുഞ്ചിരിച്ച് കിടക്കുന്ന മയ്യത്ത്, നൂറുകണക്കിന് ശിഷ്യന്മാരവിടെ ചുറ്റുഭാഗത്തുമുണ്ട്. ആ ശിഷ്യന്മാരോട് ഈ മരിച്ചു കിടക്കുന്ന ഈ ഉസ്താദ് അവസാനം കഫൻ ചെയ്ത് കഴിഞ്ഞപ്പോ സംസാരിച്ചു. ആ സംസാരം ഈ നൂറുകണക്കിന് ശിഷ്യന്മാര് കേട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. എന്താ സംസാരിച്ചത്? നിങ്ങൾ എന്നെ വേഗം ഖബറിലേക്ക് കൊണ്ടുപോകൂ, ഇനി ഇവിടെ താമസിപ്പിക്കില്ലേ. എന്നെ ഖബറിൽ ഹബീബായ തങ്ങൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ തങ്ങൾ കാത്തിരിക്കുന്നു. ആ ഹബീബായ തങ്ങൾ കാത്തിരിക്കുന്ന ഖബറിലേക്ക് എനിക്കും നിങ്ങൾക്കും ഇറങ്ങി ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ തങ്ങളെ നമ്മൾ ഈ കാലത്ത് 1400 വർഷങ്ങൾക്ക് ശേഷം നമ്മളിവിടെ ജീവിക്കുമ്പോൾ, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങളെ നമ്മളെ എത്രയോ സ്നേഹിച്ചില്ലേ? അവിടുന്ന് നമ്മളോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, നിങ്ങൾ കിടക്കുമ്പോൾ വിരിപ്പ് തട്ടിയിട്ട് കിടക്കണം. എന്തിനാ? നമ്മളെ നേരത്തെ ഒരു പ്രാണി കുത്തരുത്, അല്ലെങ്കിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചിട്ടാണ്. അപ്പൊ നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ, എന്തെങ്കിലും ഒരു ജീവി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമാണ്. അപ്പൊ ആ മുത്തുനിബിതങ്ങൾ നമ്മളോട് അന്ന് കൽപ്പിച്ചു, നിങ്ങൾ കിടക്കുമ്പോൾ വിളക്ക് കെടുത്തണം, അല്ലെങ്കിൽ നിങ്ങൾ തീ അണക്കണം, തീ അണച്ചിട്ടേ കിടക്കാവൂ. കാരണം തീ അണക്കാതെ കിടന്നാൽ ചിലപ്പോൾ തീപിടുത്തം രാത്രി എല്ലാ എലികളൊക്കെ പാഞ്ഞിട്ട് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീ അണച്ചിട്ട് അടുപ്പ് കിടത്തിയിട്ട് നിങ്ങൾ കിടക്കാവൂ. പാത്രം നിങ്ങൾ മൂടി വെക്കണം, കാരണം അതിലെന്തെങ്കിലും ജന്തുക്കൾ അരിച്ചിട്ട് നിങ്ങൾ പിറ്റേന്ന് അതിന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് നിങ്ങൾ ശരീരത്തിൽ ചെല്ലുമ്പോൾ അത് വിഷമമാണ്. ഇങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഹബീബായ തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അത്രക്കും നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്. തിരിച്ച് നമുക്ക് ആ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് നിർബന്ധമല്ലേ? നമുക്ക് റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ നിർബന്ധമാണ്. ഈ ഇരിക്കുന്ന ഓരോ മുഅ്മിനീങ്ങളും ഹബീബായ തങ്ങളെ ഖൽബിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചവരാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായി. അല്ലാഹു അങ്ങനെ ഹബീബായ തങ്ങൾ ആസ്വദിക്കാൻ ഈ സദസ്സ് കൊണ്ട് നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. باسم خير
منجليا سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله توبة طلبت منك يا شفيع المذنبين ثوبي طاهر عن سواك سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله جدني عبدي مفلسين من انسدادي مذهبي حب حبي بحبوحين يا سيدي خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ألف لام من പൊരുളി ഹമ്മില്ലാത്ത ഞങ്ങളെ അലിഫോടാടുത്ത റസൂലുള്ളാഹിന്റെ കാവലേകനെ റബ്ബനാ സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് മക്ക മണ്ണിലെ താരമേ പാതി റൗള വാഴുന്ന സൂനമേ ഇഷ്കാരിയാതെ പാടിയിടുന്നേവർ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണ് അറിയാം തങ്ങളെ കൈപിടിക്കണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് ലയസീദുൽ ഹുബ്ബു മിന്നി അൻ അസൂറക നബി മുന്ന ഫാളിലൻ മിൻക ലുഖിയ വജ്ഹികും ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്
للطريق القادم